നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊല്ലവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങം 1 മലയാളികളുടെ ഔദ്യോഗിക പുതുവർഷ പിറവിയാണ്. കഷ്ടപ്പാടുകൾ നിറഞ്ഞ കർക്കിടകം കഴിഞ്ഞെത്തുന്ന ചിങ്ങം 1 കേരളത്തിൽ കർഷക ദിനമായും ആചരിക്കുന്നു. പ്രമുഖ സിനിമാ നടനും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ദേവൻ BJPയിൽ നിന്ന് രാജിവെച്ചു. കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടന്ന ശ്രീരാമസാഗരം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ സാന്നിധ്യത്തിൽ രാജി പ്രഖ്യാപനം നടത്തിയത്. വെള്ളിക്കപ്പിൽ ലക്ഷ്യമിട്ട് തലവടി ചുണ്ടൻ. നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തലവടി ചുണ്ടൻ വള്ളം നടത്തുന്ന പരിശീലന തുഴച്ചിൽ ഇരു കരകളിലും ഉണ്ടായിരുന്ന കാണികളെ ആവേശത്തിമിർപ്പിലാക്കി. കളവങ്കോടം ശക്തീശ്വര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. പി പ്രസാദ് MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കൊല്ലവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങം 1 മലയാളികളുടെ ഔദ്യോഗിക പുതുവർഷ പിറവിയാണ്. കഷ്ടപ്പാടുകൾ നിറഞ്ഞ കർക്കിടകം കഴിഞ്ഞെത്തുന്ന ചിങ്ങം 1 കേരളത്തിൽ കർഷക ദിനമായും ആചരിക്കുന്നു. സമൃദ്ധിയുടെയും ഓണക്കാലത്തിന്റെയും തുടക്കം കൂടിയാണ് ചിങ്ങം 1. ചിങ്ങമാസം ആരംഭിക്കുന്നതോടെ കേരളം ഓണാഘോഷങ്ങളുടെ നിറവിലേക്കും കടക്കുന്നു. അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓണാചരണങ്ങൾ കേരളത്തിന്റെ തനത് സംസ്കാരത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രതീകമാണ്. പൂക്കളങ്ങൾ, ഓണസദ്യ, വള്ളംകളി, വിവിധ കലാപരിപാടികൾ തുടങ്ങി കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന് നിറം പകരുന്ന നിരവധി ആഘോഷങ്ങൾ ചിങ്ങമാസത്തിൽ അരങ്ങേറും. പുതിയ പ്രതീക്ഷകൾക്കും ഐശ്വര്യത്തിനും സമൃദ്ധിക്കും തുടക്കം കുറിക്കുന്ന ദിനമായാണ് ചിങ്ങപ്പിറവിയെ മലയാളികൾ വരവേൽക്കുന്നത്. കാർഷിക പാരമ്പര്യത്തെയും പ്രകൃതിയോടുള്ള അടുപ്പത്തെയും കുടുംബ സാമൂഹിക കൂട്ടായ്മയും ഓർമ്മിപ്പിക്കുന്ന ചിങ്ങപ്പിറവി കേരളീയ ജീവിതത്തിന്റെ സാംസ്കാരിക അടയാളമായി ഇന്നും നിലനിൽക്കുന്നു. ടൈം ന്യൂസ് ആലപ്പുഴ. പ്രമുഖ സിനിമാ നടനും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ദേവൻ BJPയിൽ നിന്ന് രാജിവെച്ചു. കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടന്ന ശ്രീരാമസാഗര സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ സാന്നിധ്യത്തിൽ രാജി പ്രഖ്യാപനം നടത്തിയത്. നടൻ ദേവൻ BJPയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനവും പ്രാഥമിക അംഗത്വവും ദേവൻ രാജിവെച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ സാന്നിധ്യത്തിൽ കണിച്ചുകുളങ്ങരയിലാണ് രാജി പ്രഖ്യാപനം നടത്തിയത്. ഗുരുദേവന്റെ ആദർശങ്ങളും ആശയങ്ങളും പ്രോഗ്രാംസും അടങ്ങുന്ന ഒരു രാഷ്ട്രീയം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ 5 വർഷം ഞാൻ ഈ കേരള BJPയിൽ വർക്ക് ചെയ്തതിന് ശേഷം അത് എനിക്ക് സാധിച്ചില്ല. എൻ്റെ ലൈൻ വേറെയാണെന്ന് എനിക്ക് തോന്നി, ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ചില തീരുമാനങ്ങളെടുത്തു. അത് ഇന്നലെ ഞങ്ങളുടെ ഇൻട്രോസ്പെക്ഷൻ ആത്മപരിശോധനയിൽ ഞങ്ങൾ തീരുമാനം. അത് ഞാൻ ഈ വേദി തന്നെ വേണമെന്ന് തീരുമാനിച്ചത് ഇവിടെ ഇരുന്നതിന് ശേഷമാണ്. ഞാൻ തീരുമാനിച്ചു, ഇതാണ് ആ വേദി. അമ്മയുടെ സാന്നിധ്യത്തിൽ, മഹനീയ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റാണെന്ന് അത് പറഞ്ഞത്. ആ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെക്കാനുള്ള രാജിക്കത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. ജയ് ഹിന്ദ്, ജയ് ഗുരുദേവ്. കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടന്ന ശ്രീരാമസാഗരം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കവെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ സാന്നിധ്യത്തിൽ BJPയിൽ നിന്നുള്ള രാജി അറിയിച്ചത്. ഈ വേദിയാണ് ഇക്കാര്യം അറിയിക്കാൻ ഏറ്റവും ഉചിതമെന്ന് തോന്നിയതുകൊണ്ടാണ് അറിയിക്കുന്നത്. താൻ രാജിയിൽ ഒപ്പിട്ട് കഴിഞ്ഞു. സ്വന്തം പാർട്ടി ഒറ്റക്ക് നടത്തിയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത്. BJPയിൽ വൈസ് പ്രസിഡന്റ് വരെയായി. സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖരൻ, ശോഭാ സുരേന്ദ്രൻ എന്നിവർ മത്സരിച്ചപ്പോൾ അവർക്ക് വേണ്ടി നന്നായി പ്രവർത്തിച്ചു. അതിന്റെ ഗുണം അവർക്കുണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. ചടങ്ങിൽ പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശനെ ദേവൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. വെള്ളിക്കപ്പിൽ ലക്ഷ്യമിട്ട് തലവടി ചുണ്ടൻ. നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തലവടി ചുണ്ടൻ വള്ളം നടത്തുന്ന പരിശീലന തുഴച്ചിൽ ഇരു കരകളിലുണ്ടായിരുന്ന കാണികളെ ആവേശത്തിമിർപ്പിലാക്കി. വെള്ളിക്കപ്പിൽ ലക്ഷ്യമിട്ട്
തലവടി ചുണ്ടൻ. നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തലവടി ചുണ്ടൻ വള്ളം നടത്തുന്ന പരിശീലന തുഴച്ചിൽ ഇരു കരകളിലുമുണ്ടായിരുന്ന കാണികളെ ആവേശത്തിമിർപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ബിനു എച്ച് പുതുവേലിയിൽ, ജോസ് പുതിയറ എന്നിവർ ക്യാപ്റ്റന്മാരായി 2025 ചാമ്പ്യന്മാരായ VBC കൈനകരിയുടെ കൈക്കരുത്തിലാണ് മത്സരത്തിനൊരുങ്ങുന്നത്. VBC കൈനകരി പ്രസിഡന്റ് സജു സെബാസ്റ്റ്യൻ, സെക്രട്ടറി CG വിജയപ്പൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ട്രാക്ക് എൻട്രി ജലോത്സവ പ്രേമികളായ ആരാധകർക്കെല്ലാവർക്കും പുത്തൻ പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നതെന്ന് തലവടി ചുണ്ടൻവള്ളം സമിതി പ്രസിഡന്റ് റിക്സൺ ഉമ്മൻ എടത്തിൽ, സെക്രട്ടറി അരുൺ പുന്നശ്ശേരിയിൽ, ട്രഷറർ ഷിക്കു കുര്യൻ, വൈസ് പ്രസിഡന്റ് ജോജി വയലപ്പള്ളി, ടീം മാനേജർ ജോമോൻ ചക്കാലയിൽ എന്നിവർ അറിയിച്ചു. ഈ വർഷവും വിവിധ ക്ലബ്ബുകളെയും ഗ്രാമങ്ങളെയും പ്രതിനിധീകരിച്ച് 22 ചുണ്ടൻ വള്ളങ്ങൾ പുന്നമട ഓളപ്പരപ്പിൽ തീ പാറിക്കും. ഈ തവണ ആദ്യം രജിസ്റ്റർ ചെയ്തത് തലവടി ചുണ്ടൻ വള്ളമാണ്. ഒന്നാം ഹീറ്റ്സിൽ ഒന്നാം ട്രാക്കിൽ 1-ാം നമ്പർ വള്ളമായാണ് തുഴ എറിയുന്നതെന്ന പ്രത്യേകതയും ഇത്തവണ തലവടി ചുണ്ടനുണ്ടെന്ന് മീഡിയ കോർഡിനേറ്റർമാരായ അജിത് പിഷാരത്ത്, ഡോക്ടർ ജോൺസൺ വാലയിലിടിക്കുള എന്നിവർ അറിയിച്ചു. തലവടി ടൗൺ ബോട്ട് ക്ലബിന്റെയും തലവടി ചുണ്ടൻവള്ളം സമിതിയുടെയും തലവടി ചുണ്ടൻവള്ളം ഓവർസീസ് ഫാൻസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇത്തവണയും മത്സരത്തിനൊരുങ്ങുന്നത്. ട്രാക്ക് എൻട്രി വീക്ഷിക്കാൻ തലവടി ചുണ്ടൻവള്ളത്തിന്റെ ഓഹരി ഉടമകൾ ഉൾപ്പെടെ നിരവധി പേർ പുന്നമടയിലെത്തിയിരുന്നു. നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ വെള്ളിക്കപ്പ് തലവടിയിൽ എത്തുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ആരാധകരെന്ന് തലവടി ടൗൺ ബോട്ട് ക്ലബ് പ്രസിഡന്റ് റിക്സൺ ഉമ്മൻ എടത്തിൽ പറഞ്ഞു. 2023 ജനുവരി 1 നീരണഞ്ഞ തലവടി ചുണ്ടന്റെ ശില്പി സാബു നാരായണൻ ആചാര്യാണ്. ടൈം ന്യൂസ് ആലപ്പുഴ. കളോങ്കോടം ശക്തീശ്വര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. പി പ്രസാദ് MLA ഉദ്ഘാടനം ചെയ്തു. ഒരു കണ്ണാടി പ്രതിഷ്ഠിച്ചുകൊണ്ട് ലോകത്തോട് മനുഷ്യനെ തിരിച്ചറിയാൻ ഗുരുദേവൻ ആവശ്യപ്പെട്ടത് ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ഏറ്റവും വലിയ അത്ഭുതമാണെന്ന് ചേർത്തല MLA പി പ്രസാദ് പറഞ്ഞു. നിറഞ്ഞ അഭിമാനത്തോടെ ഈ സ്വാഗത സംഘ രൂപീകരണ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ. 100 വർഷങ്ങൾക്ക് മുമ്പ് ഗുരു ഇവിടെ എത്തുമ്പോൾ അന്നുണ്ടായിരുന്ന ആരെങ്കിലും ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധ്യത വളരെ 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 കുറവായിരിക്കും. നമ്മളെല്ലാം ഗുരുവിനെ കണ്ടവരെയും ഗുരു കണ്ണാടി പ്രതിഷ്ഠിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവരെയും പിൽക്കാലത്ത് കണ്ടിട്ടുണ്ട്. അതാണ് നമ്മൾക്കുള്ള ആകെയുള്ള ഒരു ബലം. 100 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കേരളം, 100 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള വയലാർ, 100 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കളവങ്കോടം എന്തെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടിരുന്ന ഇടമായിരുന്നു എന്നുള്ളത് അവർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഇടത്ത് ഇവിടെ ഒരു കണ്ണാടി പ്രതിഷ്ഠയുടെ പ്രസക്തി എന്തായിരുന്നു എന്ന് ആ ചരിത്ര കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. ഗുരുദേവൻ കളവങ്കോടത്ത് എത്തുമ്പോൾ സംഘാടകർ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ കാളകണ്ഠമൂർത്തിയെ പ്രതിഷ്ഠിക്കാനായിരുന്നു എല്ലാ തയ്യാറെടുപ്പും നടത്തി വെച്ചിരുന്നത്. ഗുരുദേവൻ ഇവിടെ വന്നതിന് ശേഷമാണ് കാളകണ്ഠമൂർത്തിയിൽ നിന്ന് ഗുരുദേവൻ ഒരു ടേണിംഗ് അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്തുന്നത്. കാളകണ്ഠമൂർത്തിയൊക്കെ ആവാം, പക്ഷെ ഗുരുദേവൻ പറഞ്ഞത് ഒരു കണ്ണാടി കിട്ടുമോ എന്നുള്ളതായിരുന്നു. കളവങ്കോടം ശക്തീശ്വര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുദേവൻ ഒരിക്കലും സങ്കുചിത ചിന്തകളുടെ തടവറകളിലേക്ക് പോയിട്ടില്ല. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അദ്ദേഹം ശക്തമായി എതിർത്തു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമാണ് ഏറ്റവും ഉയർത്തിപ്പിടിച്ചത്. കളവങ്കോടത്തെ കണ്ണാടി പ്രതിഷ്ഠ ചരിത്രം മറച്ചുപിടിക്കുന്ന കാലത്ത് ലോകത്തിന് കണ്ണാടിയായി മാറേണ്ടതുണ്ട്. ഇവിടേക്ക് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയും മാറ്റാനുള്ള വഴിയാണ് ഗുരുദേവൻ കാണിച്ചു തന്നത്. ഓരോരുത്തരും മാറുമ്പോഴാണ് ലോകം മാറുന്നത്. കളവങ്കോടത്തിന്റെ സന്ദേശം കേരളത്തിന് പുറത്തേക്കും രാജ്യത്തിന് പുറത്തേക്കും എത്തിക്കണം. മാനവികതയെ ഉയർത്തിപ്പിടിക്കുകയും മതം കലാപത്തിനുള്ള ഉപകരണമല്ലെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് 100ാം വാർഷികത്തിന്റെ ലക്ഷ്യമെന്ന് പി പ്രസാദ് പറഞ്ഞു. യോഗത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് CK ഷാജി മോഹൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VV ശാന്തകുമാർ സ്വാഗതം പറഞ്ഞു. ക്ഷേത്രം തന്ത്രി ഉപേന്ദ്രൻ എരമല്ലൂർ, മുൻ MP AM ആരിഫ്, NS ശിവപ്രസാദ്, PK ബിനോയ്, CK വിജയഘോഷ് ചരങ്ങാട്ട്, KP നടരാജൻ, PD ഗഗാറിൻ, PG രവീന്ദ്രൻ, ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക ലേജു മോൾ, KP രാജേന്ദ്ര പ്രസാദ്, JP വിനോദ്, സുരേഷ് നല്ലേടൻ എന്നിവർ സംസാരിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, KC വേണുഗോപാൽ MP എന്നിവരെ രക്ഷാധികാരികളായും പി പ്രസാദ് MLA ചെയർമാനായും CK ഷാജി മോഹനെ ജനറൽ കൺവീനറായും VV ശാന്തകുമാറിനെ കൺവീനറായും ഉൾപ്പെടുത്തി 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കായുള്ള സംഘാടക സമിതിക്ക് രൂപം നൽകി. ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല അറുത്തങ്കലിൽ കഞ്ചാവ് വേട്ട. 2 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായി. ചേർത്തല തെക്ക് ചക്കാലവെളി 25 വയസ്സുള്ള ശ്രീകാന്താണ് പിടിയിലായത്.
ചേർത്തല അർത്തുങ്കലിൽ കഞ്ചാവ് വേട്ട 2 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായി. ചേർത്തല തെക്ക് ചക്കാലവെളി 25 വയസ്സുള്ള ശ്രീകാന്താണ് പിടിയിലായത്. അരീപ്പറമ്പ് EK കവലയ്ക്ക് കിഴക്ക് വശത്ത് ശനിയാഴ്ച രാത്രി 8:30 മണിയോടെയാണ് സംഭവം. കഞ്ചാവ് ബൈക്കിൽ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. നർക്കോട്ടിക് ഡിവൈഎസ്പി പങ്കജാഷിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർത്തല ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ സ്പെഷ്യൽ സ്ക്വാഡും SI ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള അർത്തുങ്കൽ പോലീസും ചേർന്നാണ് കഞ്ചാവ് പിടിച്ചത്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് IPSന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ടൈം ന്യൂസ് ആലപ്പുഴ. മാവേലിക്കരയിൽ മയക്കുമരുന്ന് വേട്ട 24 ഗ്രാം ബ്രൗൺ ഷുഗറുമായി പശ്ചിമബംഗാൾ സ്വദേശി അറസ്റ്റിൽ. മാവേലിക്കര പുതിയകാവ് ഭാഗത്ത് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ബ്രൗൺ ഷുഗർ പിടിച്ചെടുത്തത്. മാവേലിക്കരയിൽ മയക്കുമരുന്ന് വേട്ട 24 ഗ്രാം ബ്രൗൺ ഷുഗറുമായി പശ്ചിമബംഗാൾ സ്വദേശി അറസ്റ്റിൽ. മാവേലിക്കര പുതിയകാവ് ഭാഗത്ത് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ബ്രൗൺ ഷുഗർ പിടിച്ചെടുത്തത്. പശ്ചിമബംഗാൾ സ്വദേശി 28 വയസ്സുള്ള SK മുഷ്തഖിം ആണ് പിടിയിലായത്. സ്കൂട്ടറിൽ കടത്തിക്കൊണ്ടുവന്ന 24.11 ഗ്രാം ബ്രൗൺ ഷുഗർ പിടിച്ചെടുത്തു. മാവേലിക്കര എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടോണി ജോസിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ IBയും ചേർന്നാണ് പരിശോധന നടത്തിയത്. മാവേലിക്കര സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ സജിത് കുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഹാരിസ് S, പ്രിവന്റീവ് ഓഫീസർ സുനിൽ കുമാർ B, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡർമാരായ പ്രവീൺ B, അനു U, സിവിൽ എക്സൈസ് ഓഫീസർ പ്രതീഷ് P നായർ, സിവിൽ എക്സൈസ് ഓഫീസറും ഡ്രൈവറുമായ രജിത് കുമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. സംസ്ഥാനത്തുടനീളം എക്സൈസ് വകുപ്പ് ശക്തമായി നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായാണ് ലഹരിവേട്ട. ടൈം ന്യൂസ് ആലപ്പുഴ. വയോധികയുടെ മാല പൊട്ടിച്ചു കടന്ന ഇതര സംസ്ഥാനക്കാരനായ മോഷ്ടാവ് അമ്പലപ്പുഴ പോലീസിന്റെ പിടിയിൽ. ബംഗളൂരു ഫിലിപ്പോസ് ലൈൻ ബത്തേരി സ്വദേശി 29 വയസ്സുള്ള രോഹിത് കുമാറാണ് അറസ്റ്റിലായത്. വയോധികയുടെ മാല പൊട്ടിച്ചു കടന്ന ഇതര സംസ്ഥാനക്കാരനായ മോഷ്ടാവ് അമ്പലപ്പുഴ പോലീസിന്റെ പിടിയിൽ. ബംഗളൂരു ഫിലിപ്പസ് ലൈൻ ബത്തേരി സ്വദേശി 29 വയസ്സുള്ള രോഹിത് കുമാറാണ് അറസ്റ്റിലായത്. മംഗലാപുരത്ത് 12 കേസിൽ പ്രതിയായ ഇയാൾ 6 മാസം മുമ്പാണ് ജയിൽ മോചിതനായത്. തുടർന്ന് തൃശൂരിലും പിന്നീട് 4 ദിവസം മുമ്പ് ആലപ്പുഴയിലും തകഴി റെയിൽവേ സ്റ്റേഷനിലുമെത്തി. കുന്നുമ്മ SNDPയിലേക്ക് പോയ വാസന്തിയമ്മയുടെ 2.5 പവൻ തൂക്കം വരുന്ന മാലയാണ് പൊട്ടിച്ചത്. തടയാൻ ശ്രമിക്കുന്നതിനിടെ പൊട്ടിയ മാലയുടെ പകുതിയുമായി പ്രതി ഓടി രക്ഷപ്പെട്ടു. അമ്പലപ്പുഴ പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് സമീപത്തെ കൃഷിഭവനടുത്തുള്ള കുട്ടിക്കാട്ടിൽ നിന്ന് ഇയാളെ പിടികൂടിയത്. മാലയുടെ ബാക്കിയും കണ്ടെടുത്തു. ഇയാൾ ലഹരിക്കടിമയാണെന്ന് പോലീസ് പറഞ്ഞു. വ്യാജ ആധാർ കാർഡും കണ്ടെത്തി. ടൈം ന്യൂസ് ആലപ്പുഴ. കണിച്ചുളങ്ങര ദേവസ്വവും പാഞ്ചജന്യം ഭാരതവും സംയുക്തമായി സംഘടിപ്പിച്ച ശ്രീരാമസാഗരം സമാപന സമ്മേളനം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. കണിച്ചുളങ്ങര ദേവസ്വവും പാഞ്ചജന്യം ഭാരതവും സംയുക്തമായി സംഘടിപ്പിച്ച ശ്രീരാമസാഗരം സമാപന സമ്മേളനം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ശ്രീരാമചരിതവും ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്തായ പാരമ്പര്യവും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനത്തിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. ആത്മീയവും സാംസ്കാരികവുമായ സന്ദേശങ്ങൾ പങ്കുവച്ച സമ്മേളനത്തിൽ ശ്രീരാമന്റെ ജീവിതവും മൂല്യങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ പ്രസക്തമാണെന്ന് ചൂണ്ടിക്കാട്ടി. കണിച്ചുളങ്ങര ദേവസ്വം ഭാരവാഹികളും പാഞ്ചജന്യം ഭാരതം പ്രവർത്തകരും ഭക്തജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ പരിപാടികളോടെയാണ് ശ്രീരാമസാഗരം സമാപന സമ്മേളനം നടന്നത്. ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുൻവശത്തെ ഉയരപ്പാത. ചേർത്തല MLA P പ്രസാദിന്റെ നേതൃത്വത്തിൽ സമരസമിതി പ്രതിനിധി സംഘം ദേശീയപാത അധികൃതരുമായി ചർച്ച നടത്തി. ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുൻവശം ഉയരപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി സമരസമിതി പ്രതിനിധികൾ MLA P പ്രസാദിന്റെ നേതൃത്വത്തിൽ ദേശീയപാത അതോറിറ്റി അധികൃതരുമായി ചർച്ച നടത്തി. എറണാകുളത്തുള്ള ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടറുടെ ഓഫീസിലാണ് ചർച്ച നടന്നത്. ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുൻവശം ഉയരപ്പാത വേണമെന്ന ആവശ്യത്തിൽ നിന്ന് ചേർത്തലക്കാർക്ക് പിന്തിരിയാനാവില്ല എന്ന് MLA പ്രൊജക്ട് ഡയറക്ടറെ അറിയിച്ചു. കേരളത്തിൽ തന്നെ ദേശീയപാതയോട് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ചേർത്തല. പാത ഇരട്ടിപ്പിക്കൽ നടപ്പിലാക്കുന്നതോടെ ഇപ്പോഴുള്ളതിന്റെ ഇരട്ടി ആളുകൾ റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കും. അടുത്തടുത്തുള്ള റെയിൽവേ ഗേറ്റുകളിൽ വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടാകുവാൻ പോകുന്നത്. റെയിൽവേ സ്റ്റേഷന് മുൻവശം ഉയരപ്പാത അനുവദിച്ചില്ലെങ്കിൽ ദേശീയപാത വികസനം ചേർത്തലക്കാർക്ക് പ്രയോജനരഹിതമാകും. മുൻപ് MLA കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് സഹമന്ത്രി ജനറൽ VK സിംഗിനെ സന്ദർശിച്ച് ചേർത്തല മണ്ഡലത്തിലെ ദേശീയപാത വികസനം സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി പ്രശ്നം തീർക്കുന്ന മുറയ്ക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി അനുവദിക്കും എന്ന് ഉറപ്പു നൽകിയിരുന്നു. ഉയരപ്പാത സ്ഥാപിക്കാതെയുള്ള ദേശീയപാത പ്രവർത്തനങ്ങൾ ചേർത്തലയിൽ അനുവദിക്കാനാവില്ല. ആവശ്യങ്ങൾ അംഗീകരിക്കും
അനുവദിക്കും വരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുന്നതിനാണ് തീരുമാനം. റെയിൽവേ സ്റ്റേഷന് മുൻവശം ഉയരപ്പാത നിർമ്മിക്കണമെന്ന MLAയുടെ ആവശ്യം ശുപാർശയോടെ അനുമതിക്കായി ദേശീയപാത അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് പ്രൊജക്ട് ഡയറക്ടർ ഉറപ്പു നൽകി. ചേർത്തല താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി, ഫയർ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, ചേർത്തല കാർത്യാനി ദേവി ക്ഷേത്ര ആറാട്ട് എന്നിവയ്ക്കായി സുഗമമായ പാത ഒരുക്കുന്നതിന് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ദേശീയപാതക്ക് കുറുകെ വഴിയൊരുക്കണം എന്ന ആവശ്യത്തിന് എക്സ്റേ ജംഗ്ഷനിൽ നേരത്തെ അനുവദിച്ചിരുന്ന 3 സ്പാനിന്റെ ഫ്ലൈ ഓവർ 9 സ്പാനിന്റേതാക്കി ഉയർത്താമെന്ന് പ്രൊജക്ട് ഡയറക്ടർ ഉറപ്പു നൽകി. ഹൈവേ പാലം വരെ ഫ്ലൈ ഓവർ അനുവദിക്കുന്നതിനും നഗരത്തിലേക്ക് വാഹനങ്ങൾ പ്രവേശിപ്പിക്കുന്നതിന് റാമ്പ് നിർമ്മിക്കുന്നതും പരിഗണിക്കണമെന്ന് പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ ഉണ്ടാകുന്ന ഗതാഗത പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന മുറയ്ക്ക് പരിഹരിക്കുന്നതിനാവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ തയ്യാറാണെന്ന് പ്രൊജക്ട് ഡയറക്ടർ MLAയെ അറിയിച്ചു. ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുന്നിലെ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെ നേരിൽ കാണുന്നതിന് സമയം ആവശ്യപ്പെട്ടതായി P. പ്രസാദ് MLA പറഞ്ഞു. ചർച്ചയിൽ MLAയോടൊപ്പം ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ S. സോബിൻ, വൈസ് ചെയർപേഴ്സൺ NL വത്സലകുമാരി, കൌൺസിലർമാരായ ടെസി ബോണി, KC ആന്റണി, ജ്യോതിഷ് D, ആക്ഷൻ കൌൺസിൽ നേതാക്കളായ ശിവൻ പിള്ള, ഷമ്മി ജോസഫ്, നിർമ്മാണ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. അത്തം പിറന്നു. ഇനി 10 നാൾ കേരളത്തിന്റെ തിരുമുറ്റത്ത് പൂക്കളങ്ങൾ വർണ്ണാഘോഷം തീർക്കും. ആലപ്പുഴയുടെ ചൊരിമണലിൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് പൂക്കൾ വിടർന്ന് വിളവിനൊരുങ്ങി. അത്തം പിറന്നു. ഇനി 10 നാൾ കേരളത്തിന്റെ തിരുമുറ്റത്ത് പൂക്കളങ്ങൾ വർണ്ണാഘോഷം തീർക്കും. തുമ്പയും തെറ്റിയും നാട്ടിടവഴികളിലെ പൂവിളിയും ദുർബലമായതോടെ വരവ് പൂക്കളെയാണ് മലയാളികളെന്ന് പൂക്കളങ്ങൾക്കായി ആശ്രയിക്കുന്നത്. എന്നാൽ പൂക്കൾക്കായി തമിഴ്നാടിനെ ആശ്രയിക്കുന്നതിന് പകരം ആലപ്പുഴയുടെ ചൊരിമണലിലും തേവാളയും തെളിയും തൊണ്ടിമംഗലവും പോലെ ഭൂഗ്രാമങ്ങൾ ഒരുങ്ങുകയാണ്. കഞ്ഞിക്കുഴിയിലും ചേർത്തലയിലും ഏക്കർ കണക്കിന് സ്ഥലത്താണ് പൂക്കൾ വിടർന്ന് വിളവിന് ഒരുങ്ങിയത്. കുടുംബശ്രീകളുടെ നേതൃത്വത്തിലുള്ള ചെറു തോട്ടങ്ങൾ മുതൽ കഞ്ഞിക്കുഴിയിലെ ഏക്കറുകൾ നീളുന്ന പൂന്തോട്ടങ്ങൾ വരെ സന്ദർശകരെ ആകർഷിക്കുന്നു. പുഷ്പോത്സവം കഞ്ഞിക്കുഴി പഞ്ചായത്ത് 1-ാം വാർഡിൽ VP സുനിലിന്റെ പൂപ്പാടത്ത് കളക്ടർ ഷാജി വി നായർ ഉദ്ഘാടനം ചെയ്തു. വലിയ സന്തോഷവും അഭിമാനവുമാണ് തോന്നുന്നത്. ഇവിടെ കഞ്ഞിക്കുഴി നമ്മൾ പണ്ട് തൊട്ടേ ഫേമസ് ആണ്. എനിക്ക് ഈ പ്രസിഡന്റിനെ ഉൾപ്പെടെയുള്ളവരെ, ഇന്ന് മുൻ പ്രസിഡന്റുമാരെ എല്ലാവരും എനിക്ക് പരിചയമുള്ളതാണ്. കഞ്ഞിക്കുഴി നമുക്ക് അഭിമാനം തരുന്നതെന്ന് പറയുന്നത് ആലപ്പുഴയിലെ കൃഷിയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു കഞ്ഞിക്കുഴി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത് വഴിയായിരിക്കും. എറണാകുളത്ത് ഞാൻ കുറച്ചധികം സമയം ഉണ്ടായിരുന്നു. ഈ എറണാകുളത്ത് ചെല്ലുമ്പോഴും കഞ്ഞിക്കുഴിയിലെ ചീര, കഞ്ഞിക്കുഴിയിലെ ഇവിടുത്തെ പച്ചക്കറികൾ ഇതെല്ലാം അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ കഞ്ഞിക്കുഴി എന്ന് പറയുന്നത് എന്നാൽ കൃഷിക്ക് അത്ര അനുയോജ്യമായ മണ്ണാണ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ എന്ന് ചോദിച്ചാലല്ല. പക്ഷേ ശ്രമം കൊണ്ടും ശക്തമായ തീരുമാനങ്ങൾ കൊണ്ടും അത് നടപ്പാക്കുന്നതിലെ ഉള്ള ഒരു കൂട്ടായ്മ കൊണ്ടും കഞ്ഞിക്കുഴി ഒരു കൃഷി ഭൂമിശാസ്ത്രത്തിൽ ഒരു ഇടം പിടിച്ച സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു പ്രദേശമായി കഞ്ഞിക്കുഴിയെ കാണാം. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള കൃഷികളാണ് നമ്മൾ കാണുന്നത്. സാധാരണ പച്ചക്കറികൾ കാണുന്നത് പച്ചക്കറി മാത്രമാണ് കാണുന്നത്. നമ്മൾ തന്നെ അത്ഭുതപ്പെടും, ഇത്രയേറെ പൂക്കൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാകാൻ കഴിയുമോ എന്ന് നമ്മൾ അത്ഭുതപ്പെടും. ഒരു സീസൺ നോക്കി, ഇപ്പം നമുക്കറിയാം ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരമാണ്. ആ വികാരത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന തുക എന്ന് പറയുന്നത് മുഴുവനും ഈ പൂക്കൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് മിക്കവാറും വരുന്നത് തമിഴ്നാട് പോലെയുള്ള നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അത് ഒഴിവാക്കുന്നതിന് മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് അത് ഇവിടെ കൃഷി ഈ തരത്തിലുള്ള ഒരു പൂക്കൃഷി കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെ സീസണിൽ തന്നെ വിളവെടുക്കാൻ തരത്തിലേക്ക് പ്ലാൻ ചെയ്യുമെന്ന് പറയുന്നത് നിസ്സാരമായി കാണണ്ട. അവിടെ പഞ്ചായത്തിൻ്റെ ഒരു വലിയ പിന്തുണ, അവരുടെ ഒരു പ്ലാനിങ് ഇതിന് പുറകിലുണ്ട്. സുനിൽ മായ്ത്തറയിൽ 3 ഏക്കർ സ്ഥലത്താണ് ഓണവിപണിയും പ്രദർശനവും ലക്ഷ്യമാക്കി പൂന്തോട്ടമൊരുക്കിയത്. 5 നിറങ്ങളിലായി 20,000 ചെണ്ടുമല്ലിയും 10,000 വാടാമല്ലിയും ചേർന്ന വിശാലമായ തോട്ടമാണിത്. അത്തം മുതൽ തിരുവോണം വരെ ദിവസവും വിളവെടുപ്പുണ്ടാകും. പഞ്ചായത്ത് പ്രസിഡന്റ് M. സന്തോഷ് കുമാർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ലജിത തിലകൻ, കൃഷി ഓഫീസർ റോസ്മി ജോർജ്, P. മുരളി, KV വിജിമോൾ, MK സജി, PS ശ്രീലത, സജിത ബൈജു, ബാങ്ക് പ്രസിഡന്റ് K. സുരജിത്ത്, G. ഉദയപ്പൻ, SD അനില, സുജ ഈയപ്പൻ, VK പ്രസാദ്, ഗോപാലകൃഷ്ണൻ, സുനിൽ, റോഷ്നി സുനിൽ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. മരുത്തോർവട്ടം ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ നാട്ടിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായുള്ള ശ്രീ ധന്വന്തരി വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം നടത്തി. ക്ഷേത്രം തന്ത്രി പ്രൊഫസർ ശ്രീകാന്ത് നമ്പൂതിരി പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്തു. മരുത്തോർവട്ടം ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ നാട്ടിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായുള്ള ശ്രീ ധന്വന്തരി വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം നടത്തി. ക്ഷേത്രം തന്ത്രി ശ്രീകാന്ത് നമ്പൂതിരി പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം പ്രസിഡന്റ് സജി കുമാർ, മാനേജർ ഗോവിനാഥൻ നായർ, സെക്രട്ടറി G. സജി, മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. രാവിലെ നടത്തിയ രാമായണ പ്രശ്നോത്തരി മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും ഇതോടൊപ്പം നടന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ.
മുഹമ്മ മദർ തെരേസ ഹൈസ്കൂളിലെ NCC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് കെ മിനി വർഗീസ് ത്രിവർണ്ണ പതാക ഉയർത്തി. മുഹമ്മ മദർ തെരേസ ഹൈസ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മുഹമ്മ മദർ തെരേസ ഹൈസ്കൂളിലെ NCC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് കെ മിനി വർഗീസ് ത്രിവർണ്ണ പതാക ഉയർത്തി. PTA പ്രസിഡന്റ് KC ടോമിച്ചൻ കണ്ണയിൽ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഷാജി ജോൺ ഏനേക്കാട് CMI എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്കൌട്ട് ഗൈഡ് വിദ്യാർത്ഥികളുടെ സാന്നിധ്യവും ആഘോഷവേളയെ അർത്ഥപൂർണ്ണമാക്കി. NCC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ മുഹമ്മ ബസ് സ്റ്റാൻഡിൽ ബസ് വൃത്തിയാക്കി. KSRTC ബസ് ക്ലീനിംഗ് ഡ്രൈവ് എന്ന പരിപാടി കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മഹത്തായ ഒരാശയത്തിന്റെ പൂർത്തീകരണമാണ് എന്ന് കരുതുകയാണ്. ഇവിടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് സനീസച്ചൻ എന്നെ അങ്ങ് വല്ലാതെ പൊക്കി. എന്തായാലും നല്ല വാക്കിന് ആർക്കാണ് അനുമോദനവും ആദരവും ഒക്കെ ഇഷ്ടമില്ലാത്ത മനുഷ്യരല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും സനീസച്ചൻ പറഞ്ഞത് ഒരുപാട് സന്തോഷം. എന്തായാലും ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്നത്തെ ദിവസത്തിൻ്റെ വലിയൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 80 വർഷം പിന്നിടുന്നു എന്നുള്ളത്. സ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരുപക്ഷെ നമുക്ക് ആർക്കും അതിൻ്റെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളെല്ലാം അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ 80 ആണ്ടുകൾക്കപ്പുറം എത്രയോ ധീര ദേശാഭിമാനികളുടെ ജീവനും ജീവിതവും ഒക്കെ കളഞ്ഞാണ് നമുക്കിങ്ങനെയൊരു അന്തരീക്ഷം ഉണ്ടാക്കി തന്നത് എന്ന് നാം തിരിഞ്ഞു നോക്കേണ്ടത് അനിവാര്യമാണ്. ഫാദർ സനീഷ് മാവേലിയിൽ CMI ആമുഖ പ്രഭാഷണം നടത്തി. സ്കൂൾ NCC ഓഫീസർ S അർച്ചന സ്വാഗതവും സ്കൂൾ ഹെഡ്മിസ്ട്രസ് കെ മിനി വർഗീസ് നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ ദേശഭക്തി ഗാനവും നൃത്തച്ചുവടുകളും പരിപാടി അവിസ്മരണമാക്കി. ടൈം ന്യൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊല്ലവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങം 1 മലയാളികളുടെ ഔദ്യോഗിക പുതുവർഷ പിറവിയാണ്. കഷ്ടപ്പാടുകൾ നിറഞ്ഞ കർക്കിടകം കഴിഞ്ഞെത്തുന്ന ചിങ്ങം 1 കേരളത്തിൽ കർഷക ദിനമായും ആചരിക്കുന്നു. പ്രമുഖ സിനിമാ നടനും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ദേവൻ BJPയിൽ നിന്ന് രാജിവെച്ചു. കണിച്ചുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടന്ന ശ്രീരാമസാഗരം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ സാന്നിധ്യത്തിൽ രാജി പ്രഖ്യാപനം നടത്തിയത്. വെള്ളിക്കപ്പിൽ ലക്ഷ്യമിട്ട് തലവടി ചുണ്ടൻ. നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തലവടി ചുണ്ടൻ വള്ളം നടത്തുന്ന പരിശീലന തുഴച്ചിൽ ഇരു കരകളിലും ഉണ്ടായിരുന്ന കാണികളെ ആവേശത്തിമൃപ്പിലാക്കി. കളവങ്കോടം ശക്തീശ്വര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. P. പ്രസാദ് MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.